കിഴക്കൻ ആഫ്രിക്കയുടെ ഹൃദയഭാഗത്ത് മസായ്മാരയിലെ വിശാലമായ സവന്നയ്ക്ക് താഴെ സൂര്യൻ അസ്തമയം കൊണ്ട് ആകാശത്തെ സ്വർണ്ണ കടും ചുവപ്പ് നിറങ്ങളിൽ വരയ്ക്കുന്നിടത്ത് ഒരു യഥാർത്ഥ ഇതിഹാസം വിഹരിച്ചിരുന്നു. അവനാണ് സ്കാർഫേസ് ദ ലയൺ. സ്കാർഫേസ് എന്നറിയപ്പെടുന്ന ഈ ഐക്കോണിക് സിംഹം ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള വന്യജീവി പ്രേമികളുടെ വിസ്മയവും ആരാധനയും പിടിച്ചുപറ്റിയിരുന്നു. സ്കാർഫേസ് എന്ന സിംഹത്തിന്റെ കഥ പ്രതിരോധശേഷിയുടെ ഒരു ആഖ്യാനവും കൂടിയാണ്. ദ റിയൽ നറേറ്റീവ് ഓഫ് റെസിലിയൻസ്. തന്നെ തളർത്താൻ സാധ്യതയുള്ള പരിക്കുണ്ടായിരുന്നിട്ടും സ്കാർഫേസ് അധികാരത്തോടെയും സ്നേഹത്തോടെയും തന്റെ പ്രൈഡിനെ നയിച്ചുകൊണ്ടേയിരുന്നു. ശക്തരായവർ മാത്രം സഹിച്ചു നിൽക്കുന്ന മസായ്മാരയിൽ സ്കാർഫേസ് വഴങ്ങാത്ത മനസ്സിന്റെ പ്രതീകമായി ജീവിതം തീർത്തു. ഒരു ആഗോള ഐക്കണായി അദ്ദേഹം മാറി. യുദ്ധത്തിൽ തേഞ്ഞുപോയ മുഖം മാത്രമായിരുന്നില്ല സ്കാർഫേസിനെ വ്യത്യസ്തനാക്കിയത്. ലോകമെമ്പാടുമുള്ള ആളുകളിൽ അദ്ദേഹത്തിന്റെ കഥ ആഴത്തിൽ പ്രതിധ്വനിച്ചു. സിംഹങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു ഹൃദയസ്പർശിയായ ഓർമ്മപ്പെടുത്തലായി അത് പ്രവർത്തിച്ചു. സ്കാർഫേസിന്റെ ജീവിതം ഡോക്യുമെന്ററികൾക്കും എണ്ണമറ്റ ലേഖനങ്ങൾക്കും പ്രചോദനമായി. അദ്ദേഹത്തിന്റെ ജീവിതകഥ ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കുവച്ചു. ലോകമെമ്പാടുമുള്ള സിംഹങ്ങളോടും അവയുടെ ആവാസ വ്യവസ്ഥയോടും ആഴത്തിലുള്ള മതിപ്പ് അതവരിൽ വളർത്തി. ലോകമെമ്പാടും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിച്ചപ്പോൾ വന്യജീവി സംരക്ഷണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് അത് തിരികൊളുത്തി. ഭാവി തലമുറയ്ക്കായി പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള സംരക്ഷണങ്ങൾക്ക് അത് തുടക്കമിടുകയും ചെയ്തു. 2007 മുതൽ 2021 വരെയുള്ള അവന്റെ ജീവിതം കാടിന്റെ സൗന്ദര്യത്തിന്റെയും ക്രൂരതയുടെയും ശക്തമായ ഓർമ്മപ്പെടുത്തലായി മാറും. നമ്മുടെ തലമുറയ്ക്ക് മാത്രമല്ല, അടുത്ത തലമുറയിലേക്കും അതിനടുത്ത തലമുറയിലേക്കും അതിനടുത്ത തലമുറയിലേക്കും എന്നെന്നും ഇൻസ്പയർ ആയിക്കൊണ്ട്.